ഒരുപാട് കല്യാണാലോചനകൾ അന്ന് വന്നിട്ടുണ്ട്. എപ്പോഴും പറയും ഇടപ്പാളുകാർക്ക് ആയുസ് കുറവാണ്. സ്നേഹമെന്ന് പറയുന്നത് അത് ഒരു ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട രീതിക്ക് കിട്ടിയാൽ ഏത് ഭാര്യയും ആ ഭർത്താവിനെ ദൈവതുല്യം കണക്കാക്കപ്പെടും. ആരെങ്കിലും ഇന്ന് മൺമറഞ്ഞു പോയവരുടെ കാര്യങ്ങൾ ആരെങ്കിലും ഒരുപാട് പറയാറുണ്ടോ? എവിടെ? നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം വളരണം. നിങ്ങളിലൂടെ നിങ്ങളുടെ അച്ഛനും അമ്മയും എന്താ പറയുക, അവർ ഒരുപാട് അഭിമാനം കൊള്ളണം. ഇവരങ്ങനെ ചെയ്യും, അവരിങ്ങനെ ചെയ്യും, സൂക്ഷിക്കുക. വീട്ടിൽ വന്ന് ബെല്ലടിച്ചാൽ വാതിൽ തുറക്കരുത്. ആരാ ഇവരെയൊക്കെ ഇവിടെ കൊണ്ട് ഇറക്കിയത്? നമ്മളാണോ? അങ്ങനെ എൻ്റെ സുഖേട്ടൻ കനിഞ്ഞു തന്ന ജീവിതം ആസ്വദിച്ച് ജീവിച്ചു. ഞാൻ സന്തോഷപൂർവ്വം ജീവിച്ചു. ഓരോ ദിവസവും ഈശ്വരനെ ഞാൻ പ്രാർത്ഥിക്കും. കാരണം ഒരുപക്ഷെ ഒരുപാട് ദുഃഖങ്ങളിൽ നിന്ന് കരകയറി ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന കാണുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ ഇത് തോന്നാം. അല്ല, എന്നാലും ഈ പെണ്ണുപിള്ളക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് തോന്നുന്നവരുണ്ടാവാം. അതിപ്പോൾ പലരോടും തോന്നും, അല്ലേ? അപ്പോൾ എന്നാലും എൻ്റെ ഒരു സത്യസന്ധമായ അനുഭവം വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ഒരുപക്ഷെ ഇത്രയും എനിക്ക് ഒരു സ്നേഹിച്ച് എന്നെ ലാളിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ അതുപോലെ ശ്രദ്ധാപൂർവം സംരക്ഷിച്ചും പഠിപ്പിച്ചും നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഒരു അച്ഛൻ എന്ന സ്ഥാനത്ത് നിന്ന് സഹായിക്കാൻ എൻ്റെ സുഹൃത്തൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വേറെ സാമ്പത്തികത്തിൻ്റെ അല്ല ഞാൻ പറയുന്നത്. കാരണം ഒരു ദിവസം കിട്ടിയാൽ ഓടി വരും, ഓണത്തിന് വരും, മക്കളുടെ പിറന്നാളുണ്ടെങ്കിൽ ഈ പറയുന്ന വില്ലാളി വീരൻ വലിയ ഗൗരവമൊക്കെ കാണിക്കുമെങ്കിലും രാത്രിയിലെങ്കിലും എവിടെന്നെങ്കിലും ഓടിയെത്തും മക്കളെ ഒന്ന് കാണാൻ. അന്ന് എന്നെ തിരിച്ചു പോയിന്ന് ഇരിക്കും ഊടും കഴിച്ചിട്ട്. പിന്നെ എൻ്റെ ഒരു സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരോട് ചോദിച്ചിട്ടുണ്ട്, അയ്യോ ദൈവമേ 37 വയസ്സേ ഉള്ളായിരുന്നല്ലോ ചേച്ചിക്ക്, 38 വയസ്സേ ഉണ്ടായിരുന്നുള്ളല്ലോ മരിച്ചപ്പോൾ, പിന്നെ എങ്ങനെ ജീവിച്ചു ചേച്ചി ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന്? ഒരുപാട് കല്യാണാലോചനകൾ അന്ന് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ 18 വയസ്സോ 20 വയസ്സോ അല്ലെ പോട്ടെ 30 വയസ്സ് വരെയുള്ളൊരു കൊച്ചു പെണ്ണൊന്നും അല്ലായിരുന്നു. ഞാൻ ജീവിതം കണ്ട് പഠിച്ച് സുകുമാരനിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു ലോകപരിചയമുള്ള ഒരു സ്ത്രീയായിട്ട് തന്നെ ഞാൻ രൂപാന്തരപ്പെടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി. അപ്പോൾ എൻ്റെ ലക്ഷ്യം മുഴുവനും എൻ്റെ മക്കളെ നന്നായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് 2 ആമക്കൾ വളർന്ന് നമ്മുടെ തോളിന് മുകളിലെത്തി. എന്തോന്ന് കല്യാണമാണോ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത്? അല്ല. നമുക്ക് നമ്മളെ കുഞ്ഞുങ്ങളുണ്ടായാൽ അവരെ നോക്കുക. ഇനിയിപ്പം അച്ഛനുണ്ടെങ്കിൽ തന്നെ അച്ഛൻ, അമ്മ, മക്കൾ. തീർച്ചയായിട്ടും അതെ. ഞാൻ എൻ്റെ മക്കളോടും പറയാറുണ്ടല്ലോ. ഞാൻ തമാശയൊക്കെ പറയാൻ വന്നില്ല, കണ്ടില്ല, പോയില്ല എന്നൊക്കെ പറയാമെങ്കിലും എനിക്കറിയാം അവരുടെ തിരക്ക്. വല്ലപ്പോഴും ഒരു ദിവസം വീട്ടിൽ വരുന്ന നോക്കിയിരിക്കുകയാണ് 2 പേരുടെയും മക്കൾ അച്ഛൻ വന്നതെന്ന് പറയാൻ. അപ്പോൾ ആ സമയത്ത് എന്നാലും സമയം ഉണ്ടെങ്കിൽ അതുവഴി ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഒന്ന് ഓടി കയറി ഒരു 10 മിനിറ്റ് ഒരു കാപ്പി കുടിച്ച് പോകും. അതൊക്കെ ധാരാളം മതി. എനിക്ക് വയ്യെങ്കിൽ അവർ 2 പേര് എൻ്റെ ഇടവുമൂലം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ അത്രയും സ്നേഹിക്കുന്ന 2 മക്കൾ 15 വയസ്സും 17 വയസ്സും ഒക്കെ പ്രായമായി തുടങ്ങിയ സമയത്ത് മറ്റൊരു ജീവിതത്തിനെ കുറിച്ചൊക്കെ വയസ്സുകാലത്ത് ആരും ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. എനിക്ക് സാധിക്കില്ല. കാരണം അത്രയും എന്നെ സ്നേഹിച്ചൊരു വ്യക്തി. ഒരു പക്ഷേ അത് സുകുമാരൻ എനിക്ക് തന്ന സ്നേഹത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ, ആ ഒരു തീവ്രത, അത് മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നത് കൊണ്ടായിരിക്കാം. അല്ലാതെ തമാശ രൂപേണ ഒന്ന് സ്നേഹിച്ചു ഒരു കുഞ്ഞിന് അല്ല, അതല്ലായിരുന്നു ഞങ്ങളുടെ ജീവിതം. കാരണം ഞാൻ അനുഭവിച്ച ദുഃഖങ്ങളിൽ നിന്നെല്ലാം അതെല്ലാം മറന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് സന്തോഷത്തോടുകൂടി പിന്നെ ഒരു 10-20 വർഷം ജീവിക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്ന് ഇന്ദ്രനോ രാജുവിനോ ഒക്കെ ഞാനൊരു പക്ഷേ അവരുടെ ഉയർച്ചയ്ക്ക്, അവരുടെ വളർച്ചയ്ക്ക്, അവരുടെ നല്ലതിന്, അവരുടെ പഠിത്തത്തിന്, ഇതിനൊന്നും ഒരു തരത്തിലുള്ള വിഘ്നം വരാതിരിക്കാൻ ഞാനൊരു പക്ഷേ ജീവിതത്തിൽ പലതും ഞാൻ വേണ്ടെന്ന് വെച്ച് കാണും. അതൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല. എൻ്റെ മരുമക്കളോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കത് പറയേണ്ട കാര്യവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് കാരണം എന്താ വെച്ചാൽ അദ്ദേഹം എനിക്ക് ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ അതിനപ്പുറത്തേക്ക് എനിക്ക് എന്താ വേണ്ടത്? അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാട് തന്നു. അവിടെ എൻ്റെ പേരിലൊക്കെ തന്നെയാണ് വീടുകൾ. മദ്രാസിലും പിന്നെ എന്താ പറയുക, മൂന്നാറിലൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ കുട്ടിക്കാനത്തുണ്ടായിരുന്നു, തിരുവനന്തപുരത്ത് വാങ്ങിച്ചു. അപ്പോൾ ഇതെല്ലാം അദ്ദേഹം വാങ്ങിച്ചത് അന്നൊരു പക്ഷേ എല്ലാം കണ്ടുകൊണ്ടായിരിക്കാം. അവൾ ഒറ്റയ്ക്ക് മക്കളൊക്കെ കല്യാണം കഴിച്ച് കുടുംബമായിട്ട് പോയി കഴിഞ്ഞാലും വിഷമിക്കാതെ വലിയ ജീവിക്കണം എന്നൊരു പക്ഷേ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട്. കാരണം എപ്പോഴും പറയും ഇടപ്പാളുകാർക്ക് ആയുസ് കുറവാണ്. ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ സ്നേഹം എന്ന് പറയുന്നത് അത് ഒരു ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട രീതിക്ക് കിട്ടിയാൽ
ഏത് ഭാര്യയും ആ ഭർത്താവിനെ ദൈവതുല്യം കണക്കാക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അവസരങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ വരും. എല്ലാ കുടുംബത്തിലും ഉണ്ടാവും. ചില്ലറ ചില്ലറ സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ എന്തുണ്ടായാലും ഉള്ളിൻ്റെ ഉള്ളിൽ ചേട്ടനില്ലാതെ എനിക്കെന്ത് ജീവിതം എന്ന് ഒരു ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭാര്യയെ തോന്നിപ്പിച്ചെടുക്കാൻ ഒരു ഭർത്താവിന് കഴിഞ്ഞാൽ അയാളാണ് ഏറ്റവും വലിയ മഹാൻ. എത്ര പൈസ കൊണ്ട് കൊടുക്കുന്നു എന്നുള്ളതല്ല അവിടെ പ്രധാനം. ഉള്ള പൈസയിൽ അല്ലേ, ഉള്ളത് കൊണ്ട് ഓണം ഉണ്ണുക എന്നൊരു ചൊല്ലുണ്ട്. 5000 കിട്ടുന്നവന് അതുകൊണ്ട് ജീവിക്കുക, 50,000 കിട്ടുന്നവന് അതുകൊണ്ട് ജീവിക്കുക. അതായത് ജീവിതത്തിൽ നമ്മുടെ ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തണം. നമ്മുടെ ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തിയെടുക്കണം. അപ്പം അതുകൊണ്ട് ആ ചിട്ടപ്പെടുത്തിയെടുത്ത ജീവിതത്തിലൂടെ പോകുമ്പോൾ 2 പേർക്കും തുല്യ പങ്കാണുള്ളത്, അച്ഛനും അമ്മയ്ക്കും. അത് ഞാൻ ആദ്യം പണ്ട് പറഞ്ഞതാണ്. കാരണം ഒരു മക്കളുടെ വളർച്ച അല്ലെങ്കിൽ അവരുടെ ബുദ്ധി ഇതെല്ലാം ഒന്ന് വികസിപ്പിച്ചെടുക്കണമെങ്കിൽ നമ്മൾ അമ്മയായിട്ടും അച്ഛനായിട്ടും മാത്രം കൂടെ നിന്നാൽ പോരെ, അവരുടെ സുഹൃത്തുക്കളെ പോലെ നിൽക്കണം. എൻ്റെ മക്കൾ അവരുടെ ഇഷ്ടങ്ങളൊക്കെ എന്നോട് തന്നെ ആദ്യം പറയുന്നത്. എന്തോ ആവട്ടെ, കല്യാണം മുതൽ എനിക്ക് വേണേൽ പറയാം, ഓ ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. എന്തിനാ അത്? അവരുടെ മനസ്സിന് സന്തോഷം തോന്നി എന്ന് പറഞ്ഞു. ആരും ഒന്നും എന്തോ ഉണ്ടോ എന്തോ കൊണ്ടുവരുന്ന് ചോദിച്ചിട്ട് ഞാൻ കല്യാണം കഴിപ്പിച്ചിട്ടില്ല എൻ്റെ മക്കളെ. ഒരു സാധനവും മരുമക്കളുടെ അടുത്തുനിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുമില്ല, കൊണ്ടുവന്നിട്ടുമില്ല, കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ മക്കളെ. നിങ്ങളുടെ ജോലിയാണ് നിങ്ങളുടെ ഭാര്യമാരെ അന്വേഷിക്കുക. അത് ഏത് തരത്തിലായാലും എനിക്ക് വിഷമമില്ല. അല്ലാതെ അവർക്ക് എന്തോ ഉണ്ട്, അവരെന്തോ ഇങ്ങോട്ട് തരും, ഇതൊന്നും എൻ്റെ സുഖമായിട്ട് ചോദിച്ചിട്ടില്ല. എൻ്റെ ഏക സഹോദരൻ ഡോക്ടർ എം വി പിള്ള എന്ന് പറഞ്ഞ ചേട്ടനെ കണ്ടാണ് ഞാനൊക്കെ വളരുന്നത്. വലിയ ഡോക്ടറായിരുന്നു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എല്ലാവരും അറിയപ്പെടുന്ന ഡോക്ടറായിരുന്നു. അത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം. അങ്ങനെ ഒരു പരിപാടിയില്ല. ഇന്നിപ്പോൾ സ്ത്രീധനം പാടില്ല എന്ന് നിയമപരമായിട്ടൊക്കെ കൊണ്ടുവരും. അന്നൊക്കെ അത് പറയുന്നത് നാണക്കേടാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് അയ്യേ ഇതെന്തോ ഇത് ഏരന്ന് വാങ്ങിക്കുന്നു എന്നൊക്കെയാണെന്ന് പറയുന്നത്. പലരും ഒരു കുറച്ച് ജീവിക്കാൻ ചുറ്റുപാടുള്ള പല തറവാട്ടിലും ഈ സ്ത്രീധനം കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. പിന്നെ കാരണവന്മാർ ചോദിക്കും, കൊച്ചിന് കഞ്ഞി കുടിക്കാനൊക്കെ വല്ലതും ഉണ്ടോടെ എന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ ചോദിക്കുന്നതല്ലാതെ ഇത്ര സ്വർണം വേണമെന്നോ കാറ് വേണമെന്നോ വീട് വേണമെന്നോ ഒന്നുമില്ല. അതുപോലെ എൻ്റെ 2 മക്കളും കല്യാണ പന്തലിൽ ഇത് എങ്ങനെ ഒരുങ്ങി ഇറങ്ങി വന്നോ അതുപോലെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ച് കയറ്റുകയായിരുന്നു. എനിക്ക് അവരെന്തൊക്കെ ചെയ്യും, എങ്ങനെയൊക്കെ ചെയ്യും എന്ന് ഒന്നും ഞാൻ അന്വേഷിച്ചിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല 2 മക്കളോടും. ഞാനത് പറയാൻ കാര്യം, അയ്യോ അങ്ങനെ വലിയ ചേച്ചി അതിൽ നിന്നൊക്കെ വ്യത്യസ്തം. ഞാനതുകൊണ്ടാണ് സത്യം പറഞ്ഞാലും പിള്ളേർക്ക് എപ്പോഴും പറയാൻ അമ്മയ്ക്ക് വന്ന് ഇവിടെ നിന്നൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഞാൻ എൻ്റെ സുഖേട്ടൻ തന്നെ എൻ്റെ പേരിൽ തന്ന ഒരു വീട് വിറ്റിട്ട് ഞാൻ എറണാകുളത്ത് വേറൊരു വീട് വാങ്ങിച്ചു. 2 വീടുണ്ട് എനിക്ക്. മദ്രാസിലേത് കൊടുത്തു, ഒന്ന് വേറൊരു ഫ്ലാറ്റ് കൊടുത്തു. ഊട്ടിയിലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. എല്ലാം കൊടുത്ത് അതിന് പകരം വാങ്ങിച്ച്, ഇപ്പോഴത്തെ അല്ലട്ടെ, ഈ പറയുന്നതൊക്കെ വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ നമ്മൾ വാങ്ങിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എനിക്ക് എൻ്റെ മക്കളുടെ അടുത്ത് പോയി താമസിക്കാം. പിന്നെ എനിക്കുള്ളതൊക്കെ എൻ്റെ മക്കൾക്കല്ലേ, അല്ലാതെ വേറെ ആർക്കാ? അപ്പോൾ അവർക്കുള്ളത് എന്നായാലും അവർക്ക് തന്നെ ആയിരിക്കും. അതിനൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധാപൂർവം വ്യവസ്ഥ ചെയ്ത് വയ്ക്കുകയും ചെയ്യും. കാരണം പിന്നീട് അതിനെക്കുറിച്ചൊരു തർക്കമോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമോ, ഇതൊക്കെ സ്വാഭാവികമാണ് സമൂഹത്തിൽ. എൻ്റെ മക്കൾ അങ്ങനെ അല്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. എങ്കിലും ആരോ പറഞ്ഞ പോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ എന്തിനാണ് ഇല്ലാത്തൊക്കെ വിളിച്ച് വരുത്തുന്നത്? അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ജീവിതം എന്താണ്, ഒരു കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിലെന്തൊക്കെ ഒരു അമ്മ ശ്രദ്ധിക്കണം, എന്തൊക്കെ അച്ഛൻ ശ്രദ്ധിക്കണം, ഇതൊക്കെ അച്ഛനമ്മമാർ തന്നെ തീരുമാനിക്കണം. അവിടെയാണ് ഞാൻ ഈ മക്കളുടെ വളർച്ചയെക്കുറിച്ച് ആദ്യമേ സൂചിപ്പിച്ചത്. കുഞ്ഞുങ്ങളെ ഒന്ന് അറിയുന്ന ഒരു പ്രായം, ഒരു 5ാം ക്ലാസ് തൊട്ട് അവരുടെ ഓരോ പ്രവൃത്തിയും നിങ്ങൾ നിരീക്ഷിക്കണം. സ്കൂളിൽ അന്വേഷിക്കുക, മക്കളുടെ പഠിത്തം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക, കുട്ടികൾ ക്ലാസ്സിൽ പെരുമാറുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുക, അധ്യാപകരോടുള്ള ബഹുമാനം എങ്ങനെയാണെന്ന് ചോദിക്കുക. ഇതെല്ലാം ചോദിച്ചിട്ട് എവിടെയെങ്കിലും പാളിച്ചകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. മോനെ, എന്തെല്ലാം ഉണ്ടെങ്കിലും നിന്നെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, ആ മനുഷ്യനിലൂടെയാണ് നിനക്ക് വിവരം വെക്കേണ്ടത്. അപ്പോൾ അത് ശാശ്വതമായിട്ട് നീ ഒരു ബുദ്ധിയുള്ളവനാണ്, വിവരമുള്ളവനാണ് എന്നുള്ള ഒരു സ്ഥാനവും ആ ഒരു അവസ്ഥയിലേക്ക് നീ എത്തണമെങ്കിൽ ഇവരുടെയൊക്കെ അനുഗ്രഹം വേണം എന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ഇന്ന് കാണിക്കുന്ന ഈ ബഹളക്കാരുടെയൊക്കെ എത്ര കാലം നമ്മൾ ഓർക്കും. ഇന്ന് നമ്മൾ എത്രയോ പേരെ കണ്ടിരിക്കുന്നു അല്ലേ? ആരെങ്കിലും ഇന്ന് മൺമറഞ്ഞു പോയവരുടെ കാര്യങ്ങൾ ആരെങ്കിലും ഒരുപാട് പറയാറുണ്ടോ? എവിടെ? ഒന്നുമില്ല. ആണ്ടിലൊരിക്കലും വരുമ്പോൾ എല്ലാം പ്രധാനമന്ത്രി പ്രസിഡന്റ് തൊട്ടുള്ളവരുടെ കാര്യം പറഞ്ഞത്, ആണ്ടിലൊരിക്കൽ അവരുടെ ജന്മദിനം വരുമ്പോൾ ഒരു റീത്ത് കൊണ്ടുവന്ന് അവരെയൊക്കെ അടക്കം ചേർത്ത് വയ്ക്കും, തൊഴും, ഒരു പ്രാർത്ഥന, തീർന്നു.
അതല്ല നമ്മുടെ കുടുംബത്തിൽ, അത് ഓഫ് കോഴ്സ് രാഷ്ട്രത്തലവന്മാരെന്നുള്ള രീതിയിൽ അത് ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നമുക്കങ്ങ് വിടാം. പക്ഷേ കുടുംബത്തിൽ അതാണോ? ആ ഒരു വിടവ് നികത്താൻ വേറൊരാൾക്ക് കഴിയില്ല. ആ ഓർമ്മ എന്നും കുടുംബത്തിലുണ്ടായിരിക്കണം, അല്ലേ? അച്ഛൻ എന്ത് ചെയ്തു എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ മക്കൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? മക്കൾക്കും അതുപോലെ തുല്യ പങ്കാളിത്തമുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് അത് വിചാരിക്കാത്തത്? പ്രസവിച്ച് വീണ അന്ന് മുതൽ എന്തെല്ലാം പ്രതീക്ഷകളോടെ ആയിരിക്കും അച്ഛനമ്മമാർ നിങ്ങളെ വളർത്തി ഒരു ഡിഗ്രി സമ്പാദിച്ച് വിടുന്നത്. അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ കാര്യം എന്താ വെച്ചാൽ, സുകുമാരൻ എന്ന വ്യക്തിയുടെ സ്നേഹത്തിന് മുന്നിൽ ഒരുപാട് കീഴടങ്ങിയിട്ടുള്ളവരാണ് ഇന്ദ്രജിത്തും പൃഥ്വിരാജും. അവർക്ക് അച്ഛനെന്ന് പറഞ്ഞാൽ വലിയ ജീവനാണ്. കാരണം അച്ഛൻ എന്നുള്ള രീതിയിൽ അവരെ ഒരു പരിധിക്കപ്പുറം ശാസിക്കാനോ വഴക്ക് പറയാനോ ഒന്നും പോകില്ല. കാരണം വല്ലപ്പോഴും അതാണ് കാണുന്നത്. അപ്പോൾ ആ ജോലിയും ചെവിക്ക് പിടുത്തമൊക്കെ എനിക്കാ. പിന്നെ ഹോംവർക്ക് ചെയ്തില്ലേ, അത് ചെയ്തില്ലേ, പക്ഷേ അത് തെറ്റാന്ന് ഞാൻ പറയില്ല കേട്ടോ. ഒരാളെങ്കിലും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൻ്റേതായ കുഴപ്പങ്ങളും കുഞ്ഞുങ്ങൾക്കുണ്ടാവും. അതെൻ്റെ മക്കൾക്കറിയാം. ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചൊരു വ്യക്തിയാണെന്നും അമ്മയുടെ എല്ലാ സുഖങ്ങളും മാറ്റിവെച്ച് മക്കളെ എന്ന് പറഞ്ഞ് ജീവിച്ച വ്യക്തിയാണെന്നും മക്കൾക്കറിയാം. മരുമക്കൾക്ക് എത്രത്തോളം അറിയാമെന്ന് ഞാൻ അന്വേഷിച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ്. അതുപോലെ ആയിരിക്കണം എല്ലാ അച്ഛനമ്മമാർക്കും ഇതുപോലെ പറയാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾ മക്കൾ, പുതിയ തലമുറ ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങളുടെ മക്കൾ നാളെ നിങ്ങളെ പറ്റി പറയും. എൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ ആരായിരുന്നു എന്നറിയാമോ എന്ന് ചോദിക്കും. അവിടെയാണ് നിങ്ങളുടെ ആത്മാവിന് പോലും ഒരു അഭിമാനം തോന്നുന്നത്. അത് മറക്കാതിരിക്കുക. എനിക്കിതൊക്കെ പറയുന്നത് ഞാൻ ഒരു വയസ്സായ ഒരമ്മ എന്നുള്ള സ്ഥാനത്ത് നിന്ന് പറയാനല്ല, അത് വാചക കസർത്ത് കാണിക്കാനോ ഏതെങ്കിലും ഒരു മാധ്യമത്തിൻ്റെ മുമ്പ് വന്നിരുന്ന് എന്തെങ്കിലും ഒരു പ്രസംഗം നടത്താനോ ഒന്നുമല്ല. അനുഭവത്തിലൂടെ പലതും അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത്, നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം വളരണം. നിങ്ങളിലൂടെ നിങ്ങളുടെ അച്ഛനും അമ്മയും എന്താ പറയുക, അവർ ഒരുപാട് അഭിമാനം കൊള്ളണം. നിങ്ങളിലൂടെ ആ സമൂഹത്തിന് നിങ്ങൾ താമസിക്കുന്ന ചുറ്റുവട്ടത്ത് പോലും നല്ലൊരു കുഞ്ഞാട്ടോ, അവനിപ്പോൾ അങ്ങ് പട്ടാളത്തിൽ പോയി എന്നൊക്കെ ചിലരെ പറ്റി പറയുന്നത് നമ്മൾ കേൾക്കാറില്ലേ? അതാണ് മോനെ ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ പഠിച്ച കാലത്തോ ഭയങ്കര പോരാളിയായിരുന്നു, യോദ്ധാവായിരുന്നു, അതൊന്നും ഒരു മേൽവിലാസമല്ല. അതൊക്കെ വേറൊരു യോദ്ധാവ് വരുമ്പോൾ ഇതൊക്കെ വിടും. എനിക്കത്രേ പറയാനുള്ളൂ. സ്നേഹമുള്ള അച്ഛനമ്മമാരെ കിട്ടിയാൽ, ഇപ്പോൾ സ്നേഹമുള്ള ഭർത്താവിനെ കിട്ടിയപ്പോൾ എൻ്റെ ജീവിതം എങ്ങനെയൊക്കെ മാറി മറിഞ്ഞു പോകും. ആ സ്നേഹത്തിൻ്റെ മുന്നിലാണ് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എല്ലാം മാറ്റിവെച്ച് ജീവിച്ചത്, അല്ലേ? അതുപോലെ ജീവിക്കുന്ന അച്ഛനമ്മമാർ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അവരെ നിങ്ങൾ ഒരു നേരമെങ്കിലും ഒരു ദിവസം ഓർക്കുക. എല്ലാം കൊള്ളാം, കളികളും ചിരികളും ഒക്കെ കൊള്ളാമൊക്കെ ശരിയാണ്. പക്ഷേ അവനവൻ്റെ ഭാവിക്ക്, അല്ലെങ്കിൽ ഭാവിക്കോ വളർച്ചയ്ക്കോ, ജീവിതത്തിലെ വളർച്ചയ്ക്കോ വിഘ്നമായി നിൽക്കുന്ന ഒരു പ്രവൃത്തിയിലും ചെന്ന് തലവയ്ക്കാതിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. നഷ്ടമാണ് എന്നും പറഞ്ഞ് നിങ്ങളെ ഇതിലേക്ക് കുത്തിത്തിരിക്കി വിടുന്നവർ ഇഷ്ടം പോലെ കാണും. അവർക്കൊന്നും നഷ്ടപ്പെടാനുമില്ല. ഉണ്ടോ? നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. ഒരു വയസ്സായ അമ്മയെന്നുള്ള നിലയിൽ എൻ്റെ സുഖമായിട്ടിന് എനിക്ക് തന്ന സ്നേഹം എല്ലാ ഭർത്താക്കന്മാരും അവരവരുടെ ഭാര്യമാർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ എല്ലാ അച്ഛനമ്മമാരും അവരവരുടെ മക്കളെയും ഉള്ളതിനനുസരിച്ച് പരമാവധി സ്നേഹിക്കാൻ ശ്രമിക്കും. അതാണ് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം. അവിടെ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ കൊണ്ടുവന്ന് ഒരു കുരുസതമാക്കി അങ്ങ് അലമ്പാക്കി വീട്ടിലെ സ്വസ്ഥത കളയുക, വീട്ടുകാരുടെ സ്വസ്ഥത കളയുക, അയൽവക്കക്കാരുടെ സ്വസ്ഥത കളയുക. ഇതിനൊന്നും മുതിരാതിരിക്കുക. അതിനൊക്കെ മുതിരുന്നവരെ തിരിച്ചറിഞ്ഞ് അതിന് സമരം ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്, അല്ലേ? ഏറ്റവും ഒടുക്കം നമ്മൾ കാണുന്നതാണ്, ഒരുപാട് അന്യരാജ്യത്തെ ആൾക്കാർ വന്ന് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ഇറങ്ങി എന്തെല്ലാമോ പത്രത്തിൽ വായിക്കുന്നത്. പത്രത്തിൽ വരുന്ന എല്ലാം ശരിയാണോന്ന് എനിക്കറിയില്ല. എന്തായാലും ദൃശ്യമാധ്യമങ്ങളിലും ഉണ്ട്, സോഷ്യൽ മീഡിയയിലും അതേറെ ഉണ്ട്, പിന്നെ ഈ പത്രങ്ങളിലും ഉണ്ട്. അപ്പം ഞാൻ ആലോചിക്കും, നമ്മുടെ നാട്ടിലല്ലാതെ വേറെ എവിടെയെങ്കിലും പറ്റുമോ ചെന്നങ്ങ് ഇറങ്ങി അങ്ങ് കയറി അങ്ങ് ജീവിച്ചു അവിടത്തൊരു ഏരിയ ഉണ്ടാക്കിയെടുത്ത് ഇല്ലാത്ത ID കാർഡും ഒക്കെ വെച്ചുണ്ടാക്കി ജീവിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കണ്ണും മൂക്കും ചെവിയും വിരലും വരെ അവൻ്റെ കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട്. എന്തെങ്കിലും പെശക് കാണിച്ചാൽ അന്ന് പൊക്കും, അന്ന് വൈകിട്ട് നാട് കടത്തും. അതല്ലേ, കടന്നു പോകാൻ സ്ഥലമില്ലെങ്കിൽ അവിടുത്തെ ജയിലിൽ കിടക്കും ശിഷ്ടകാലം. അപ്പോൾ നിയമങ്ങൾ വളരെ കടുപ്പമായിട്ട് പ്രാവർത്തികമാക്കുന്ന രാജ്യങ്ങളിൽ കുറച്ച് എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാകും. ഇവിടെ അതില്ല. ഇവിടെ ആർക്കും ഏത് വഴി കൂടെ വന്നിറങ്ങാം. ബസ്സെങ്കിൽ ബസ്, ട്രെയിനെങ്കിൽ ട്രെയിൻ, പ്ലെയിനെങ്കിൽ പ്ലെയിൻ. കയറി ഇനി വന്നു, അവരവർക്ക് ഇഷ്ടമുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടു. അത് ചോദിക്കാനാളില്ല. അഥവാ എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ നമ്മുടെ എന്താ പറയുക, അതാത് സ്ഥലങ്ങളിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടപെടൽ നല്ല കാര്യത്തിന് ചെയ്തോട്ടെ. ഞാനതാ പറയുന്നത്. ഒരു കുട്ടിക്കൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ല, പാവപ്പെട്ടവന്.
പറയട്ടെ, MLA യോ MP യോ കൗൺസിലറോ വിളിച്ച് പറഞ്ഞാൽ കുഞ്ഞിന് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കട്ടെ, നല്ല കാര്യം. പക്ഷേ അതിന് പകരം ഒരടുക്കും ചിട്ടയില്ലാതെ കുറേ പേരെ കൊണ്ട് ഇറക്കിയിട്ട് പിറ്റേ ദിവസം നമ്മളെയൊക്കെ പേടിപ്പിക്കുക. ഇവരങ്ങനെ ചെയ്യും, അവരിങ്ങനെ ചെയ്യും, സൂക്ഷിക്കുക, വീട്ടിൽ വന്ന് ബെല്ലടിച്ചാൽ വാതിൽ തുറക്കരുത്. ആരാ ഇവരെയൊക്കെ ഇവിടെ കൊണ്ട് ഇറക്കിയത്? നമ്മളാണോ? അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ നാട്ടിൽ ജനിച്ച യുവജനങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതാ, നമ്മുടെ നാട്ടിൻ്റെ ഭദ്രതയും സമാധാനവും സന്തോഷവും കളയാൻ ഒരാളെ അനുവദിക്കരുത്. അതാരായിരുന്നാലും ശരി. ഇവിടെ ജാതി മതം ഒന്നുമില്ലാതെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സന്തോഷമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നൊരു നാടാണ് നമ്മുടെ കൊച്ചു കേരളം. എങ്ങനെ ഇങ്ങനെ ആയി? ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ? വല്ല വേറെ എന്തെങ്കിലും പ്രവർത്തികളുണ്ടോ? ആരുടെയെങ്കിലുമൊക്കെ പ്രേരണയുണ്ടോ? ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എല്ലാം നമ്മുടെ ചുറ്റുവട്ടത്ത് കേൾക്കുന്ന വാർത്തകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ചെവിയിലെത്തുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലെ ഈ സമരമുഖത്തൊക്കെ നിന്ന് പോരാളികളായിട്ട് നിന്ന് വലിയ ഒച്ചത്തിൽ എതിർക്കാൻ അറിയാവുന്നൊരു വലിയ യുവതലമുറയുടെ സമൂഹം ഇവിടെയുണ്ട്. നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് അതിനൊക്കെയാണ്. ഒരു അടുക്കും ചിട്ടയും വരുത്തണം നമ്മുടെ സംസ്ഥാനത്ത്. എന്ന് കഴിയുമ്പോൾ എല്ലാവർക്കും ജീവിതം സുഖകരമാവും, സമാധാനമാകും. അച്ഛനമ്മമാർക്ക് മക്കളടുത്തുണ്ടാവും, മക്കൾക്ക് അച്ഛനമ്മമാരുടെ സ്നേഹവും ലാളനയും കിട്ടും. ഇതൊക്കെ വേണ്ടേ ജീവിതത്തിൽ? ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് അതാണ്. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തിനെ ഒരു മാതൃകയാക്കി പറയല്ല. എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് ഞാൻ വിഷമിച്ചിരുന്നൊരു ജീവിതമാണ് എനിക്ക് തിരിച്ചു തന്നത്. അതുപോലെയുള്ള സ്നേഹവും ഐശ്വര്യവും സുഖസമൃദ്ധിയും എല്ലാ ഭവനങ്ങളിലും ഉണ്ടാവട്ടെ. നന്ദിയോടെ, മല്ലിക സുകുമാരൻ.